ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ സ്രാവ് കറിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷും ഇതേ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനു വേണ്ടി സ്റ്റൗ കത്തിച്ച ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞു വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ കുടംപുളിയാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ സ്രാവാണ് എടുത്തിട്ടുള്ളത്. പാത്രം അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പാത്രം അടച്ചു വെക്കാം. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതൊന്നുകൂടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരും. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ താളിച്ചെടുത്തത് കൊണ്ട് വീണ്ടും ഞാൻ താളിച്ചെടുക്കുന്നില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പം കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.